NSSനും SNDPക്കും പിന്നാലെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് സമസ്തയും സമസ്തയുടെ പരിപാടിയായ ജാമിയ നൂറിയ അറബിയ സമ്മേളനത്തിലെ ഒരു സെഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലീഗ് നേതൃത്വത്തിന്റെ താൽപര്യമാണ് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനാക്കിയതെന്ന് സൂചന. ജനുവരി 4 വൈകിട്ട് നടക്കുന്ന ഗരീബ് നവാസ് എന്ന സെഷനാണ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുക. MK മുനീറാണ് പരിപാടിയുടെ അധ്യക്ഷൻ. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, രമേശ് ചെന്നിത്തല സമുദായ സംഘടനകൾക്ക് കൂടുതൽ സ്വീകാര്യനാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമസ്തയുടെ ക്ഷണത്തിലൂടെ കൂടി മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അതിന് ലീഗിന്റെ ഒരു താല്പര്യം കൂടി ഉണ്ടാകുമ്പോൾ ഇത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിൽ വലിയ തരത്തിലൊരു ചർച്ചയായി മാറുക? തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവുമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം, സന്നദ്ധാന സമ്മേളനമാണ് ഇന്നു മുതൽ 5 ദിവസങ്ങളായി നടക്കുന്നത്. വിപുലമായ സമ്മേളനമാണ്, ബിരുദദാന സമ്മേളനമാണ്. വിവിധ സെഷനുകളുണ്ട്. അതിൽ ഒരു സെഷനിലാണ് 4-ാം തീയതി രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമുക്ക് വലിയ ചർച്ച ചെയ്യുന്നതാണ് രമേശ് ചെന്നിത്തല SNDP ക്ഷണിച്ചതും അതുപോലെ NSS ക്ഷണിച്ചതും. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നുള്ളത്. അതായത് മുസ്ലിം ലീഗിന് സ്വീകാര്യനായ ഒരു വ്യക്തിത്വമാണ് രമേശ് ചെന്നിത്തല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിൽ, വരാൻ പോകുന്ന ഈ പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. അടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പ്രാധാന്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അത് ഘടകകക്ഷികളുടെ ഇടയിൽ നിന്നും മറ്റ് സാമുദായിക സംഘടനകളിൽ നിന്നുമെല്ലാം വലിയ തോതിൽ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനകത്തു തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത് കൂടിയാണ്. എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ജാമിയ നൂരിയ ഈ സംഘടന സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് വഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചടങ്ങിലാണ്, വലിയ വിപുലമായി നടക്കുന്ന ഒരു പരിപാടിയുടെ ചടങ്ങിലേക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന് രമേശ് ചെന്നിത്തല വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് ബോധ്യപ്പെടുന്നത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിലുള്ള ക്ഷണം എന്ന് മനസ്സിലാക്കാം. സ്വാതി. ശരി ശാന്തകുമാർ, രമേശ് ചെന്നിത്തലയ്ക്ക് സമസ്ത നടത്തുന്ന പരിപാടിയിലെ സെഷനിലേക്ക് ക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു താല്പര്യപ്രകാരമാണ് ആ ഒരു ക്ഷണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളാണ് ശാന്തകുമാർ നൽകിയത്.